നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. US താരിഫ് യുദ്ധത്തിന് പിന്നാലെ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ 2 മാസത്തിനിടെ രണ്ടാം തവണയും അമേരിക്കൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ US പ്രസിഡന്റ് ട്രംപ് അധിക താരിഫ് ചുമത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സന്ദർശനം. അടുത്തിടെ പാകിസ്ഥാനുമായി ട്രംപ് പുതിയ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാന് മുൻഗണനാ താരിഫ് നിരക്ക് വാഗ്ദാനം ചെയ്യുകയും പാകിസ്ഥാനിലെ എണ്ണ ശേഖരണം കണ്ടെത്താൻ സഹായിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തത് തുടരുന്നതിനാൽ ഇന്ത്യയുടെ കയറ്റുമതിക്ക് 25% അധിക താരിഫ് ചുമത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ഇന്ത്യൻ ഉൽപാദനങ്ങൾക്ക് മേഖലയുള്ള മൊത്തം താരിഫ് 50% ഉയരും. ഫീൽഡ് മാർഷൽ അസീം മുനീർ ജൂണിലാണ് അവസാനമായി അമേരിക്ക സന്ദർശിച്ചത്. അന്ന് ട്രംപ് അദ്ദേഹത്തിന് വൈറ്റ് ഹൌസിൽ ഉച്ചഭാഷണം നൽകുകയും ചെയ്തിരുന്നു. പത്രമായ ഡോൺ റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് ഈ വർഷം വീണ്ടും US സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുനീർ അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. US സെൻട്രൽ കമാൻഡ് തലവൻ ജനറൽ മൈക്കൽ എറിക് കുറില്ല കഴിഞ്ഞ ജൂലൈയിൽ പാകിസ്ഥാൻ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് മുനീറിന്റെ യാത്ര. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിക്ക് ശേഷം ഇന്ത്യയും USഉം തമ്മിലുള്ള ബന്ധം അത്ര നല്ല നിലയിലല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് താൻ മധ്യസ്ഥം വഹിച്ചുവെന്ന് ട്രംപ് പലതവണ അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ അവകാശവാദം നരേന്ദ്രമോദി സർക്കാർ നിഷേധിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ നിർത്താൻ ലോകത്തെ ഒരു നേതാവും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പ്രധാനമന്ത്രി മോദി പാർലമെന്റിലടക്കം പ്രസ്താവന നടത്തിയിരുന്നു. ഈ സംഭവങ്ങൾക്കൊപ്പമാണ് താരിഫ് വർധനവ് കൂടി വന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ ഇന്ത്യൻ സന്ദർശിക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അറിയിച്ചിരുന്നു. റഷ്യൻ സന്ദർശനത്തിനിടയിൽ ഡോവൽ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. അതേസമയം തീയതി തീരുമാനിച്ചിട്ടില്ല. എന്നാൽ ഈ വർഷം അവസാനം അത് നടക്കുമെന്ന് ദി ഇന്റർഫോക്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അമേരിക്ക ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്തിയ സാഹചര്യത്തിലാണ് റഷ്യ ഇന്ത്യ സന്ദർശിക്കുമെന്ന വാർത്ത പുറത്തുവന്നത്. ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ സവിശേഷവും ദീർഘവുമായ ബന്ധമുണ്ട്. ബന്ധത്തെ ഞങ്ങൾ വിലമതിക്കുന്നു. ഉന്നതതല ഇടപെടലുകൾ വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെ കുറിച്ച് അറിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. റഷ്യയിൽ ഈ ഊർജ്ജം വാങ്ങുന്നതിലൂടെ ഇന്ത്യ യുക്രൈനെതിരായ യുദ്ധത്തെ സഹായിക്കുകയാണ് എന്നും ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ താളം തെറ്റിച്ചെന്നും US പ്രസിഡന്റ് ട്രംപ് ആരോപിച്ചു. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനെതിരെ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി 25% അധിക തീരുവ ചുമത്തുന്ന പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ബുധനാഴ്ച ട്രംപ് ഒപ്പുവെച്ചു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ സമ്മതിച്ചെങ്കിലും റഷ്യൻ എണ്ണ വാങ്ങുന്നുവെന്ന് ദ്വിതീയ താരിഫ് ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തി. യുക്രൈൻ യുദ്ധത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി US പ്രസിഡന്റ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു. ഇരുവരും തമ്മിൽ അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നും UAE ആയിരിക്കും വേദിയെന്നും റഷ്യൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പുടിനാണ് UAE തന്നെ ചർച്ചയ്ക്ക് വേദിയാകണമെന്ന് നിർദ്ദേശിച്ചത്. പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ നേരിട്ട് ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ പുടിനുമായുള്ള ചർച്ചയ്ക്ക് ട്രംപ് തയ്യാറാകൂ എന്നാണ് നേരത്തെ വൈറ്റ് ഹൌസ് അറിയിച്ചത്. അതേസമയം സമാധാന ചർച്ചകൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി പങ്കെടുക്കണമെന്നാണ് സെലൻസ്കിയുടെ നിലപാട്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ബുധനാഴ്ച മോസ്കോയിൽ വെച്ച് 3 മണിക്കൂർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നതായി പുടിൻ സ്ഥിരീകരിച്ചത്. വ്യാഴാഴ്ച മോസ്കോയിൽ വെച്ച് UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയെ തുറന്ന മനസ്സോടുകൂടിയാണ് ട്രംപ് കാണുന്നത്. ഈ ക്രൂരമായ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ പ്രസിഡന്റ് ട്രംപ് പുടിനുമായും പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വൈകാതെ പുറത്തുവിടും. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ട്രംപും പുടിനും കൂടിക്കാഴ്ച റഷ്യയുടെ അഭ്യർത്ഥന പ്രകാരമാണെന്നും ലീവിറ്റ് പറയുന്നു. അതേസമയം അടുത്തയാഴ്ച ആദ്യത്തോടുകൂടി പുടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്ന് ക്രോംലിൻ വക്താവ് യൂറി ഉഷോക്കോവ് സ്ഥിരീകരിക്കുകയും ചെയ്തു.